ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഡിപെൻഡന്റ് ബ്രാഞ്ചിന്റെ രണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ ആയിരുന്നു. അതിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ്. അതായത് ബ്രാഞ്ച് അതിന്റെ സ്വന്തം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യും എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ട്രയൽ ബാലൻസും P&L-ഉം ബാലൻസ് ഷീറ്റ് എല്ലാം ഹെഡ് ഓഫീസിലേക്ക് സെൻഡ് ചെയ്യും എന്നൊക്കെ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വന്നിട്ടുള്ള ട്രയൽ ബാലൻസിലുള്ള ഈ ഐറ്റംസ് ഹെഡ് ഓഫീസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് എന്ത് ചെയ്യണം? ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ആ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡുകളാണ് നമ്മളെ മുന്നിലുള്ളത്. ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡും ഉണ്ട്, പിന്നെ അബ്രിഡ്ജ് ആയിട്ടുള്ള വളരെ സമ്മറി പോലെ ചെയ്യുന്ന ഒരു മെത്തേഡും ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡാണ്. ഓക്കെ, അപ്പോ ഡീറ്റെയിൽ ഇൻകോർപ്പറേഷൻ മെത്തേഡിലുള്ള ജേണൽ എൻട്രീസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇതിൽ ട്രയൽ ബാലൻസിലുള്ള ഐറ്റംസ് ഏതൊക്കെയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരാവുന്ന ഐറ്റംസുകളുണ്ട്, അതുപോലെ തന്നെ P&L വരാനുള്ള ഐറ്റംസുകളുണ്ട്, പിന്നീട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ വരാനുള്ള ഐറ്റംസ് ഉണ്ട്. ഇതാണ് ഒരു ട്രയൽ ബാലൻസിൽ ഉണ്ടാവുന്ന ഐറ്റംസ്. കാരണം ഫൈനൽ അക്കൗണ്ട്സിൽ വരാനുള്ള ഐറ്റംസുകളാണ്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏത് സൈഡിൽ വരും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ വരാനുള്ള ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ വരാനുള്ള ഐറ്റംസ് ഉണ്ട്. ഇതുപോലെ തന്നെ P&L-ലും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരാനുള്ള ഐറ്റംസ് ഉണ്ട്. ബാലൻസ് ഷീറ്റിലാണെങ്കിൽ അസറ്റ് സൈഡിൽ വരാനുള്ള ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ വരാനുള്ള ഐറ്റംസ് ഉണ്ട്. ഇതെങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസുകൾ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഹെഡ് ഓഫീസിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ് ചെയ്യുന്നത്. അപ്പൊ ബ്രാഞ്ചിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, എന്നിട്ട് ബ്രാഞ്ച് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. കാരണം ഹെഡ് ഓഫീസിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇത് എത്തണമല്ലോ. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ബ്രാഞ്ചിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുക, എന്നിട്ട് എല്ലാ ഐറ്റംസുകളും ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇതെല്ലാം ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഇനി ക്രെഡിറ്റ് സൈഡിലാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് എൻട്രി, ബ്രാഞ്ച് അക്കൗണ്ട് ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി നമുക്കുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഏത് സൈഡിലാണ് എഴുതാറ്? ഗ്രോസ് പ്രോഫിറ്റ് എഴുതുക ഡെബിറ്റ് സൈഡിലാണ്. അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ടാണല്ലോ, ക്രെഡിറ്റ് സൈഡ് കൂടുതലായതുകൊണ്ടാണല്ലോ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, ബ്രാഞ്ച് P&L-നെ ക്രെഡിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ജേണൽ എൻട്രി നോക്കാം. ഇത് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞതിന് പകരം ബ്രാഞ്ച് P&L അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് എന്ന്. ഇനി ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് P&L. ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ബ്രാഞ്ച് P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ P&L അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രീസ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു 6 എൻട്രീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന്റെ ഇൻകോർപ്പറേഷൻ എൻട്രീസ് ആണ്. ബ്രാഞ്ചിന്റെ അസറ്റ് കൊണ്ടുവരികയാണെങ്കിൽ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, അതുപോലെ തന്നെ ലയബിലിറ്റീസ് ആണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രീസ്. ഓക്കെ, ഇനി ഇതാണ് നമ്മളിപ്പോ പറഞ്ഞ ഡീറ്റെയിൽഡ് മെത്തേഡ്. ഇനി ഇത് അബ്രിഡ്ജ് മെത്തേഡ് ആണ് എന്നുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ടത് ബ്രാഞ്ചിലെ P&L അക്കൗണ്ടിന്റെ അബ്രിഡ്ജ് മെത്തേഡിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ബ്രാഞ്ച് P&L-ന്റെ എമൗണ്ട് എന്ത് ചെയ്യുക, ബ്രാഞ്ച് P&L-ന്റെ എമൗണ്ട് ടോട്ടലി നമ്മൾ എന്ത് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. അൾട്ടിമേറ്റ്ലി നെറ്റ് പ്രോഫിറ്റ് കൊണ്ടുവരിക, പിന്നെ എന്ത് കൊണ്ടുവന്നാൽ മതി, അസറ്റ് അതുപോലെ തന്നെ ലയബിലിറ്റി കൊണ്ടുവരിക. അപ്പൊ ഈ 3 എൻട്രീസേ ഈ വളരെ സമ്മറി ആയിട്ടുള്ള അബ്രിഡ്ജ്ഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെ എൻട്രി ഉള്ളത്? ഫസ്റ്റ് എൻട്രി നമ്മൾ P&L-ന്റെ ബാലൻസ്, അതാണല്ലോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും മൊത്തത്തിലുള്ള ലാസ്റ്റ് ഫിഗർ എന്താ, P&L എമൗണ്ട് എന്ത് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ള. അത് ബ്രാഞ്ച് അക്കൗണ്ട് ഇട്ടിട്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊണ്ടുവരിക. പിന്നെ അസറ്റും ലയബിലിറ്റിയും സ്വാഭാവികമായിട്ടും കൊണ്ടുവരണം. അതിന് അസറ്റിന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എൻട്രി, ലയബിലിറ്റിക്കും നേരത്തെ ഡിസ്കസ് ചെയ്ത എൻട്രി.
ഡീറ്റെയിൽഡ് ഇൻകോർപ്പറേഷൻ മെത്തേഡ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും പിന്നെ പ്രോഫിറ്റും ഇത് ചെയ്യണം. ഇങ്ങനെ എല്ലാ എൻട്രീസും ഇടണം. പക്ഷെ അബ്രിഡ്ജിംഗ് കോർപ്പറേഷൻ മെത്തേഡിൽ ആകെ 3 എൻട്രി, ഒന്ന് ബ്രാഞ്ച് P&L ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി, മറ്റൊന്ന് അസറ്റും ലയബിലിറ്റിയും ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. കുറച്ചധികം ഉണ്ട്, അപ്പൊ ഒരു 5 മിനിറ്റ് ആയി ഈ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യാം. തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.